ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. നാൻഡുകളുടെ കാസ്കേഡിംഗ് പ്രോപ്പർട്ടിക്കൊപ്പം വെർസറ്റൈൽ ഇൻവേർഷൻ കേപ്പബിലിറ്റീസ് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നാൻഡ് ഗേറ്റുകൾ പ്രിമിറ്റീവുകളിൽ നിന്ന് മാത്രം നോർ, എക്സ്ക്ലൂസീവ് ഓർ, എക്സോർ, എക്സ്ക്ലൂസീവ് നോർ, എക്സ്നോർ എന്നിവ പോലുള്ള കോംപ്ലക്സ് ലോജിക്കുകൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാവുന്നവ: നോർ ഗേറ്റ് ഉപയോഗിച്ച് നോർ, എക്സോർ, എക്സ്-നോർ ഗേറ്റുകൾ നിർമ്മിക്കുക. നോർ ഗേറ്റ് ഉപയോഗിച്ച് നോർ, എക്സോർ, എക്സ്-നോർ ഗേറ്റുകളുടെ ട്രൂത്ത് ടേബിളുകൾ മനസ്സിലാക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. നാൻഡ് ഗേറ്റുകളിൽ നിന്നും എങ്ങനെ ഓർ, എക്സോർ, എക്സ്-നോർ ഗേറ്റുകൾ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് താഴെ പറയുന്ന ടൂളുകളോ എക്യുപ്മെന്റുകളോ ആവശ്യമാണ്: റെഗുലേറ്റർ DC പവർ സപ്ലൈ 0 to 30 വോൾട്ട് 3 ആംപിയർ ഒരെണ്ണം, പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം, നോസ് പ്ലെയർ ഒരെണ്ണം. നമുക്ക് ഇനി പറയുന്ന മെറ്റീരിയലുകളും കോമ്പോണന്റുകളും ആവശ്യമാണ്: ബ്രെഡ്ബോർഡ് ഒരെണ്ണം, IC7400 രണ്ടെണ്ണം, മിനിയേച്ചർ ടോഗിൾ സ്വിച്ചുകൾ രണ്ടെണ്ണം, ഹുക്കപ്പ് വയർ ആവശ്യമായത്, റെസിസ്റ്റർ 330 ohms 1/4 വാട്ട് CR25 ഒരെണ്ണം, LED 5 mm ഒരെണ്ണം. ബേസിക് കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം നമുക്ക് നോർ ഗേറ്റ് IC7400 ഉപയോഗിച്ചുള്ള ആൻഡ് ഗേറ്റിന്റെ നിർമ്മാണത്തിന്റെ പ്രൊസീജിയറുകളിലേക്കും ടെസ്റ്റിംഗിലേക്കും പരിശോധനയിലേക്കും കടക്കാം. പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുൻപ് ലോജിക്കൽ സർക്യൂട്ട് എന്തെന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട് A ഒരു നാൻഡ് ഗേറ്റുമായി കണക്ട് ചെയ്യുക. ഇൻപുട്ട് B മറ്റൊരു നാൻഡ് ഗേറ്റുമായി കണക്ട് ചെയ്യുക. ആ രണ്ട് നാൻഡ് ഗേറ്റുകളുടെയും ഔട്ട്പുട്ടുകൾ ഒരു മൂന്നാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടുമായി കണക്ട് ചെയ്യുക. മൂന്നാം നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഒരു നാലാം നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിനോട് കണക്ട് ചെയ്യുക. ഈ നാലാം നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നോർ ലോജിക് നൽകുന്നു. ഈ 4 നാൻഡുകളും ഒന്നിച്ച് ഇൻപുട്ടുകൾ ഇൻവേർട്ട് ചെയ്യുന്നു. നാൻഡ് ഇൻവേർഷനുകൾ വീണ്ടും ഇൻവേർട്ട് ചെയ്യുകയും അങ്ങനെ 4 മടങ്ങാക്കിയ ഇൻവേർഷനിലൂടെ നോർ ലോജിക് കൈവരിക്കുകയും ചെയ്യുന്നു. ഇനി പ്രൊസീജിയറിലേക്ക് കടക്കാം. തയ്യാറായി കഴിഞ്ഞാൽ ആവശ്യമായ കമ്പോണന്റുകൾ ശേഖരിക്കുകയും അവ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. റെസിസ്റ്റർ, LED എന്നിവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 14 പിൻ IC ബ്രെഡ്ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. ആക്യുറസിക്കായി നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം പരിശോധിക്കാവുന്നതാണ്. പവർ സപ്ലൈയിൽ നിന്നുള്ള ലിങ്കിംഗ് വയറുകൾ ബ്രെഡ്ബോർഡുമായി കണക്ട് ചെയ്യുക. തുടർന്ന് ICയുടെ 14ാമത്തെ പിൻ പ്ലസ് 5 വോൾട്ട്സ് പവർ സപ്ലൈയുമായി കണക്ട് ചെയ്യുക. തുടർന്ന് പിൻ നമ്പർ 7 ഗ്രൗണ്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇൻപുട്ടുകളിലേക്ക് കടക്കുമ്പോൾ ടോഗിൾ സ്വിച്ചുകൾ പവറിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ചുകൾ പിൻ 1ലും 2ലും S2 പിൻ 4ലും 5ലും കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇന്റർ കണക്ഷനുകൾ കണക്ട് ചെയ്യുക. മൂന്നാമത്തെ പിൻ 9ാം പിന്നിലേക്കും 6ാം പിൻ 10ാം പിന്നിലേക്കും 8ാം പിൻ 12ഉം 13ഉം പിന്നുകളിലേക്കും കണക്ട് ചെയ്യുക. ICയുടെ 11ാമത്തെ പിന്നിൽ നിന്നാണ് ഫൈനൽ റിയലൈസ്ഡ് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഒരു റെസിസ്റ്റർ ICയുടെ ഔട്ട്പുട്ട് പിൻ നമ്പർ 11മായി കണക്ട് ചെയ്യുക. ഇത് LEDയിലേക്കുള്ള കറന്റ് കുറച്ച് ഇവ കത്തിപ്പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇനി LEDയുടെ ആനോഡ് റെസിസ്റ്റർ ഫ്രീ എൻഡുമായി അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം കാത്തോഡ് ഗ്രൗണ്ടുമായി അറ്റാച്ച് ചെയ്യുക. പവർ അപ്പ് ചെയ്യുന്നതിന് മുൻപ് അസംബിൾ ചെയ്ത നിങ്ങളുടെ ഗേറ്റ് സർക്യൂട്ട് പരിശോധിക്കുക.
ഐസിയെ തകരാറിലാക്കുകയോ അല്ലെങ്കിൽ സർക്യൂട്ടിന്റെ ഫംഗ്ഷനബിലിറ്റിയെ ബാധിക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടുകളോ അല്ലെങ്കിൽ തെറ്റായ കണക്ഷനുകൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കുന്നതിൽ ഇത് നിർണായകമാകുന്നു. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ചുകൾ S1, S2 എന്നിവ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ടെസ്റ്റ് ആരംഭിക്കുക. ടോഗിൾ സ്വിച്ചുകൾ S1, S2 എന്നിവ ലോ അവസ്ഥയിലാണോ എന്ന് പരിശോധിക്കുക. ഇത് 0-0 കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നു. ഇനി LED പരിശോധിക്കുക. അത് പ്രകാശിക്കുന്നുണ്ട്. നമുക്കറിയാം NOR ഗേറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഇൻപുട്ടും ലോ ആകുന്നു. ഇപ്പോൾ സ്വിച്ചുകൾ 0-1 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. LED പരിശോധിക്കുക. നിങ്ങൾക്ക് കാണാൻ കഴിയും LED പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ സ്വിച്ചുകൾ 1-0 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. യാതൊരു മാറ്റവും കാണുന്നില്ല. LED പ്രകാശിക്കുന്നില്ല. അവസാനം സ്വിച്ചുകൾ 1-1 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ മാറ്റമൊന്നുമില്ല. LED പ്രകാശിക്കുന്നില്ല. അടുത്ത പ്രൊസീജിയർ NAND ഗേറ്റ് IC7400 ഉപയോഗിച്ചുള്ള XOR ഗേറ്റിന്റെ നിർമ്മാണവും ടെസ്റ്റിംഗും അതിന്റെ ട്രൂത്ത് ടേബിൾ പരിശോധനയുമാണ്. പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുൻപ് ലോജിക്കൽ സർക്യൂട്ട് റിവ്യൂ ചെയ്യാം. ഇൻപുട്ട് AB NAND ഗേറ്റ് 1 കണക്ട് ചെയ്യുക. ഇൻപുട്ട് AB നേരിട്ട് NAND ഗേറ്റ് 2, 3 എന്നിവയോട് യഥാക്രമം കണക്ട് ചെയ്യുക. NAND ഗേറ്റ് 1ന്റെ ഔട്ട്പുട്ട് NAND ഗേറ്റുകൾ 2, 3 എന്നിവയോട് കണക്ട് ചെയ്യുക. NAND ഗേറ്റുകൾ 2, 3 എന്നിവയുടെ ഔട്ട്പുട്ട് NAND ഗേറ്റ് 4നോട് കണക്ട് ചെയ്യുക. NAND ഗേറ്റ് 4ന്റെ ഔട്ട്പുട്ട് ഒരു XOR ഗേറ്റായി പ്രവർത്തിക്കുന്നു. ഈ ലോജിക്കൽ സർക്യൂട്ട് ഒന്നിലധികം NAND ഗേറ്റിന്റെ ഗേറ്റ്സ് ഔട്ട്പുട്ടുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു XOR ലോജിക് ഗേറ്റ് നിർമ്മിക്കുന്നു. രണ്ട് ഇൻപുട്ടുകളും വ്യത്യസ്തമാകുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. എക്സ്ക്ലൂസീവ് ഓർ കണ്ടീഷൻ ട്രൂ ആണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി പ്രൊസീജിയറിലേക്ക് കടക്കാം. ആവശ്യമായ കമ്പോണന്റുകൾ എല്ലാം ശേഖരിക്കുക. അവ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. റെസിസ്റ്റർ, LED എന്നിവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 14-പിൻ IC ബ്രെഡ്ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. ആക്യുറസിക്കായി നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം പരിശോധിക്കാവുന്നതാണ്. പവർ സപ്ലൈയിൽ നിന്ന് ബ്രെഡ്ബോർഡിലേക്ക് ലിങ്കിംഗ് വയറുകൾ കണക്ട് ചെയ്യുക. അടുത്തതായി ICയുടെ 14ാമത്തെ പിൻ പ്ലസ് 5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. ഇത് നമ്മുടെ VCC ICയുടെ ലൈഫ് ബ്ലഡ്. തുടർന്ന് പിൻ നമ്പർ 7 ഗ്രൗണ്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ടോഗിൾ സ്വിച്ചുകളുടെ രണ്ട് ടെർമിനലുകളും പവർ സോഴ്സ്, ഗ്രൗണ്ട് എന്നിവയുമായി കണക്ട് ചെയ്ത് സ്വിച്ചുകൾ S1നെ 1ാം പിന്നിലേക്കും S2നെ 2ാം പിന്നിലേക്കും കണക്ട് ചെയ്യുക. ഇന്റർ കണക്ഷനുകൾ ഉണ്ടാക്കുക. ഫസ്റ്റ് പിൻ 4ലേക്ക് കണക്ട് ചെയ്യുക. പിൻ നമ്പർ 2 10ലേക്കും പിൻ നമ്പർ 3 നമ്പർ 5മായും 9മായും പിൻ നമ്പർ 6 പിൻ നമ്പർ 12മായും പിൻ നമ്പർ 8 പിൻ നമ്പർ 13മായും കണക്ട് ചെയ്യുക. ഫൈനൽ റിയലൈസ്ഡ് ഔട്ട്പുട്ട് പിൻ നമ്പർ 11ലേക്ക് കണക്ട് ചെയ്യുക. ICയുടെ ഔട്ട്പുട്ട് പിന്നിനോട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുക. LEDയും കണക്ട് ചെയ്യുക. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ചുകൾ S1, S2 എന്നിവ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ആരംഭിക്കുക. ടോഗിൾ സ്വിച്ചുകൾ S1, S2 എന്നിവ ലോ അവസ്ഥയിലാണോ എന്ന് പരിശോധിക്കുക. ഇത് 0-0 കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നു. ഈ 0-0 കോമ്പിനേഷനു വേണ്ടി LED പരിശോധിക്കുക. അത് പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ സ്വിച്ചുകൾ 0-1 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. LED പരിശോധിക്കുക.
നിങ്ങൾക്ക് കാണാൻ കഴിയും LED പ്രകാശിക്കുന്നു. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ XOR ഗേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇപ്പോൾ സ്വിച്ചുകൾ 1-0 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. സ്റ്റേറ്റിൽ മാറ്റമൊന്നുമില്ല. LED പ്രകാശിക്കുന്നു. അവസാനം സ്വിച്ചുകൾ 1-1 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കുന്നു. അതായത് LED പ്രകാശിക്കുന്നില്ല. അവസാനമായി NAND ഗേറ്റ് IC 7402 ഉപയോഗിച്ചുകൊണ്ടുള്ള XNOR ഗേറ്റിന്റെ നിർമ്മാണവും ടെസ്റ്റിംഗും ട്രൂത്ത് ടേബിൾ പരിശോധനയും നമുക്ക് നോക്കാം. നമുക്ക് ലോജിക് സർക്യൂട്ട് റിവ്യൂ ചെയ്യാം. 4 NAND ഗേറ്റുകളിൽ നിന്ന് ഒരു XOR ഗേറ്റ് നിർമ്മിക്കുക. XOR ഗേറ്റ് നിർമ്മിക്കുന്ന 4 NAND ഗേറ്റുകളുടെ ഔട്ട്പുട്ട് ഒരു 5ാം NAND ഗേറ്റുമായി കണക്ട് ചെയ്യുക. 5ാം NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് XNOR ലോജിക് നൽകുന്നു. ആദ്യത്തെ 4 നാൻഡുകൾ കൊണ്ട് XOR നിർമ്മിക്കുകയും തുടർന്ന് ഒരു 5 NAND ഗേറ്റ് ഉപയോഗിച്ച് XOR ഔട്ട്പുട്ട് ഇൻവേർട്ട് ചെയ്യുകയുമാണെങ്കിൽ XORന്റെ എക്സ്ക്ലൂസീവ് NOR ലോജിക്കൽ ഈക്വലൻസ് ഫലപ്രദമായി റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. 2 ഇൻപുട്ടുകളിലും ഒന്നുതന്നെയാകുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് എക്സ്ക്ലൂസീവ് NOR കണ്ടീഷൻ ട്രൂ ആണ് എന്നാണ്. ഇനി പ്രൊസീജിയർ നോക്കാം. ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും ശേഖരിക്കുക. അവ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. റെസിസ്റ്റർ, LED എന്നിവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉറപ്പാക്കുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 14 പിൻ IC ബ്രെഡ്ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. പവർ സപ്ലൈയിൽ നിന്ന് ബ്രെഡ് ബോർഡിലേക്ക് ലിങ്കിംഗ് വയറുകൾ കണക്ട് ചെയ്യുക. അടുത്തതായി IC 14ാമത്തെ പിൻ +5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. തുടർന്ന് പിൻ 7 ഗ്രൗണ്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ടോഗിൾ സ്വിച്ചുകളുടെ 2 ടെർമിനലുകളും പവർ സോഴ്സ്, ഗ്രൗണ്ട് എന്നിവയുമായി കണക്ട് ചെയ്ത് സ്വിച്ചുകൾ S1നെ 2ാമത്തെ പിൻ 1ഉം 4ഉമായും S2നെ പിൻ 2ഉം 10ഉമായും കണക്ട് ചെയ്യുക. ഇന്റർ കണക്ഷനുകൾ നിർമ്മിക്കാനായി 3ാമത്തെ പിൻ 5ഉം 9ഉമായും 6ാമത്തെ പിൻ 12ഉമായും 8ാമത്തെ പിൻ 13ഉമായും പിൻ 11 പിൻ 1ഉമായും 2ഉമായും കണക്ട് ചെയ്യുക. ICയുടെ 3ാമത്തെ പിന്നിൽ നിന്നും ഫൈനൽ ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യുന്നു. IC ഔട്ട്പുട്ട് റെസിസ്റ്റർ ഉള്ള ഒരു LEDയോട് കണക്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് S1 ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ആരംഭിക്കുക. ടോഗിൾ സ്വിച്ചുകൾ S1ഉം S2ഉമായും ലോ അവസ്ഥയിലാണോ എന്ന് പരിശോധിക്കുക. ഇത് 0-0 കോമ്പിനേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഈ 0-0യ്ക്കായി LED വെരിഫൈ ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ LED പ്രകാശിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്വിച്ചുകൾ 0-1 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്ത് LED വെരിഫൈ ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് 0 ആകുന്നു. അതിനർത്ഥം പ്രകാശിക്കില്ല എന്നാണ്. ഇപ്പോൾ സ്വിച്ചുകൾ 1-0 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. LED പ്രകാശിക്കുകയില്ല.
അവസാനം സ്വിച്ചസ് 1-1 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് 1ലേക്ക് ചേഞ്ച് ആകുന്നു. അതിനർത്ഥം LED പ്രകാശിക്കുന്നു. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നാം പഠിച്ച കാര്യങ്ങൾ: നോർ, എക്സോർ, എക്സ്നോർ ഗേറ്റുകൾ എങ്ങനെ നോർ ഗേറ്റ് IC ഉപയോഗിച്ച് നിർമ്മിക്കുന്നു, നാൻഡ് ഗേറ്റുകൾ ഉപയോഗിച്ച് നോർ, എക്സോർ, എക്സ്നോർ ഗേറ്റുകൾ പ്രാപ്തമാക്കലും അവയുടെ ട്രൂത്ത് ടേബിളുകൾ പരിശോധിക്കലും. ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.